എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നത്. ശരിക്കും കേരളത്തിന് പണ്ട് തൊട്ടേ ഭ്രാന്താലയം എന്നുള്ളൊരു പേരുണ്ടല്ലോ. പക്ഷേ ഈ ഉത്തർപ്രദേശിലേക്ക് ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഉത്തർപ്രദേശിൽ മാത്രമല്ല, അതുപോലെ തന്നെ ഈ ബംഗാളികളും അതുപോലെ ആസാമികളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോമാതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും വിചാരിക്കും, ഓ ഗോമാതാവ് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഗോമാതാവ് എന്നുള്ള പേരെന്ന്. അങ്ങനൊന്നുമല്ല. പണ്ട് തൊട്ടേ ഗോമാതാവ് എന്നുള്ള പേര് പ്രസിദ്ധമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പശു എന്നൊക്കെ പറയത്തേ ഉള്ളെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചില ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലേക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ശാല തന്നെ ഉണ്ട്, ഗോശാല എന്ന് പറയും. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് പുല്ലൊക്കെ മേടിച്ചോണ്ട് പശുവിന് കൊടുക്കുന്നത് പുണ്യമാണെന്ന് പറയും. അവിടെ നിന്ന് പ്രസാദം തരും. അവര് ആരതി ഒഴിയും പശുക്കളെയൊക്കെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗോക്കളെ മാതാവായിട്ട് കരുതി ആരാധിക്കുന്ന ആളുകൾ തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. നിങ്ങൾ തിരക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ അഗസ്തിയുടെയൊക്കെ ഇലയാണ് അവർ കൂടുതലായിട്ട് ഗോക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 30-40 ഒക്കെ രൂപ കൊടുത്തിട്ടാണ് മേടിച്ച് അവിടെ ഗോക്കൾക്കായിട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ പേരിൽ ഗോക്കൾക്ക് ആരതി ഒഴിയും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഗോക്കളെ ഗോമാതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ നമ്മുടെ ഭാരതത്തിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരമുണ്ട്. പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്ന തവളകൾ മാത്രമാണ്. നമുക്ക് നമ്മുടെ കേരളത്തിനുള്ളിലുള്ള കാര്യങ്ങളല്ലാണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും അറിയില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ ബീഫിനെ ചൊല്ലിയുള്ള ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൽ ആർക്കും കൈകടത്തേണ്ട കാര്യമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബീഫ് കഴിക്കരുത് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ പശുവിനെ കഴിക്കുന്നതിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പശുവിനെ മാതാവായിട്ട് കരുതുന്നു. അപ്പോൾ പശുവിന്റെ അകിടിൽ നിന്ന് തുടങ്ങുന്ന ജീവിതമാണ് പലർക്കും. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, പാല് കറന്നു, പാല് വിൽക്കുന്നു, പിന്നീട് വെണ്ണ ഉണ്ടാക്കി വിൽക്കുന്നു, അതുപോലെ തന്നെ മോര് വിൽക്കുന്നു. അങ്ങനെ പശുവിന്റെ ചാണകം വരെ വിൽക്കാൻ പറ്റും. ഗോമൂത്രം വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതായത് ചീരക്കൊക്കെ ഒഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വളമാണ് ഗോമൂത്രം. അപ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പശുവിനെ മാതാവായിട്ട് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. ഗോമാതാവ്, പശുക്കളുടെ മാതാവ് എന്നാണ് പറയുന്നത്, ഗോമാതാവ്. അല്ലാതെ എന്റെ പെറ്റമ്മയാണ് പശു എന്നല്ല അതിനർത്ഥം. അങ്ങനെ പലരും ഇവിടെ കളിയാക്കി കണ്ടൊക്കെ പറയുന്നുണ്ട്, ഓ അവന്മാരുടെ അമ്മയാണ്, പെറ്റമ്മയാണ് പശു എന്നൊക്കെ. അപ്പോൾ അതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പശുക്കളെ അറുത്ത് തിന്നരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാളയും പോത്തും ഒക്കെ അറുത്ത് കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബീഫ് കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പശുവിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ തല്ലി, കൊന്നു, പിച്ചി, ചിന്തി, മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് വലിയ വണ്ണത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഉറച്ചുറച്ച് അതേക്കുറിച്ചിട്ട് സംസാരിക്കാറുമുണ്ട്. അത് നമ്മൾ കേൾക്കാറുമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ചില വൃത്തികെട്ടവന്മാർ അവിടെ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ, അതേക്കുറിച്ചിട്ടൊന്നും ഇവന്മാരൊന്നും ഒന്നും മിണ്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വൃത്തികേടുകൾ അവിടെ നടക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ വായിൽ കുമ്പളങ്ങയാണ്. അപ്പോൾ അതൊന്നും അവന്മാർ തുറന്നു പറയത്തില്ല. അപ്പോൾ അതായത് ഞാനിപ്പോൾ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു പശുവിന്റെ വായ കുറെ അവന്മാർ ചേർന്നിട്ട് വലിച്ചു തുറന്നിട്ട് ആ വായ്ക്കകത്തേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ശരിക്കും ആ വീഡിയോ ക്ലിപ്പ് ഉണ്ട്, പക്ഷേ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അതിവിടെ കൊടുക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് കിട്ടും. നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും ചില സംഭവങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും വളരെ കർശനമായിട്ടുള്ള റൂൾസുകളാണുള്ളത്. അതനുസരിച്ച് മാത്രമേ ഏതൊരു വ്യക്തിക്കും വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാൻ പറ്റില്ല, സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. അതായത് പശുവിനെ ഒന്ന് ഓർത്ത് നോക്കണം, ഒരു കന്നാലിയുടെ വാ വലിച്ചു തുറന്നിട്ട് അതിനകത്തേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആ മനുഷ്യരെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ 2, 3, 4 വീഡിയോസുകൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, പശുവിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യര്. എന്തൊരു വികൃതമായിട്ടുള്ള മനസ്സാണ് ഇവരുടേത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പിടികൂടിയാൽ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കേരളത്തിലാണെങ്കിൽ വെച്ച് പൊറപ്പിക്കുമോ? ഒരു വ്യക്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരാളും ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കില്ല. അങ്ങനെയല്ലേ? അപ്പോൾ അതേ സമയത്ത് അവിടെ ഈ പറയുന്ന ഉത്തർപ്രദേശിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടാവും. അവരെല്ലാം കൂടി തല്ലിപ്പഞ്ഞിക്കിടും. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ അവിടെ ഇത് നടക്കുമ്പോൾ ഇവിടെ വലിയ ചർച്ചയാണ്. കന്നാലിയുടെ പേരിൽ തല്ലിക്കൊന്നു. യഥാർത്ഥത്തിൽ അവിടെ ഇത്തരത്തിലുള്ള അപരാധങ്ങൾ നടക്കുമ്പോൾ ഇവിടെയാണ് വലിയ കൊടുമ്പിരി കൊണ്ടുള്ള ചർച്ച നടക്കുന്നത്. അപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ബീഫിന്റെ പേരിൽ ആളുകളെ തല്ലിപ്പഴിപ്പിക്കുന്നു, ബീഫിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വാർത്ത വരുന്നത്. എല്ലാം വളച്ചൊടിച്ചാണ് കേരളത്തിനകത്ത് വാർത്ത വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ പശുവിനെ റേപ്പ് ചെയ്തതിനായിരിക്കും കൂട്ടത്തോടെ തല്ലുന്നത്.
ശരിക്കും അത് കൂട്ടത്തോടെ തല്ലുന്നത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് പറയുന്നില്ല. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ നിയമം കയ്യിലെടുക്കാനായിട്ട് ആർക്കും ഒരു അവകാശവും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോകൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ AI ആണ് എന്ന് പറഞ്ഞു തള്ളാനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. പക്ഷെ നമുക്കിത് യൂട്യൂബിൻ്റെ ഭാഗത്ത് സ്ട്രൈക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്കത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നായ്ക്കളെ പോലും വെറുതെ വിടാത്ത ആളുകളാണ്, നായ്ക്കളെ പോലും. അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ടിരിക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാം കൂടി വലിച്ചു വാരി പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെന്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കും ബോറടിക്കും, ഒരുപാട് വീഡിയോയ്ക്ക് ലെന്തായി കഴിയുമ്പോൾ നമുക്കും ബോറടിക്കും. അപ്പോൾ അതേ ഉള്ളൂ, ഇത്ര കാര്യം എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും കാണിക്കുന്ന പോക്കർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഉത്തർപ്രദേശിലായാലും അതുപോലെ ഇതുപോലെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത പൊട്ടത്തരങ്ങളും ഊളത്തരങ്ങളും കാണിക്കുന്ന ഇതുപോലുള്ള മണ്ടന്മാരുള്ള പല സ്ഥലങ്ങളുടെയും പല സംസ്ഥാനങ്ങളുടെയും കാര്യം തന്നെയാണ് പറയുന്നത്. ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അത് കേട്ടില്ലെങ്കിൽ അവരെ തല്ലുക, കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും അവിടുത്തെ ഗവൺമെന്റ് ഇതൊക്കെ കണ്ടിട്ട് വായിൽ പഴംതിരികി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനൊന്നും ഒരിക്കലും വളം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ കാണുന്ന മറ്റുള്ള സംസ്ഥാനത്തുള്ളവര് ഈ ഒരു പാർട്ടിയെ, ഈ ഒരു BJP എന്ന് പറയുന്ന പാർട്ടിയെ വളരെയധികം ഭീകരതയുടെ മുഖമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങള് അക്രമാസക്തരാവുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരി ആരായാലും അവരുടെ കയ്യിലെ തെറ്റ് തന്നെയാണ്. അതിപ്പോ യോഗി ആദിത്യനാഥ് ആയാലും മറ്റ് ആരായാലും ജനങ്ങളെ കൺട്രോൾ ചെയ്യണം. അതിന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ ഒരു ഗവൺമെന്റ്? പോലീസുകാരെ ഇറക്കി ജനങ്ങളെ അടിച്ചൊതുക്കണം. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ജയ് ശ്രീറാം എന്ന് വിളി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാത്തവരെ തല്ലാനും കൊല്ലാനും വരുന്ന ജനവിഭാഗത്തിന് നേരെ കണ്ണടച്ച് കൊടുക്കരുത്. പോലീസുകാര് ഉത്തർപ്രദേശിലേക്ക് പോലീസൊക്കെ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ പല വീഡിയോസുകളിലും അത് കാണാറുണ്ട്, വാർത്തകളിലൊക്കെ കേൾക്കാറുമുണ്ട്. ഒന്നിനും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഭരണമാണ് യോഗി ആദിത്യനാഥിൻ്റെത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സംഘത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു മര്യാദ കൂടി കാണിക്കണം. അതിന് ആവുന്നത്ര പോലീസിനെ വിന്യസിക്കുക, ക്രമസമാധാനം പാലിക്കുക. ഇപ്പോൾ ആരെ കൊണ്ടും ജയ് ശ്രീറാം എന്നൊന്നും വിളിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മളുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുക, മറ്റുള്ളവരെ അതിലേക്ക് വരാനായിട്ട് നിർബന്ധിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഇപ്പോൾ ശ്രീരാമൻ പറഞ്ഞിട്ടില്ല എൻ്റെ പേര് ഉച്ചത്തിൽ എല്ലാവരെ കൊണ്ടും വിളിപ്പിക്കണം എന്നൊന്നും. ശ്രീരാമനെ കുറിച്ചിട്ട് അറിയാവുന്നവരാരും അങ്ങനെ പറയത്തുമില്ല. അതായത് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഗോഡ് എന്ന് വെച്ചാൽ അദ്ദേഹം ക്ഷമയുടെയും സഹനത്തിന്റെയും ദേവനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പലർക്കും ശ്രീരാമചന്ദ്രന്റെ സ്റ്റോറിയൊന്നും അറിയില്ല. പലരും സീതാദേവിയെ ഗർഭിണിയായ സീതാദേവിയെ ഉപേക്ഷിച്ചു ശ്രീരാമൻ രാജ്യഭാരമേറ്റു. ഇത് മാത്രമേ പലർക്കും അറിയുള്ളൂ. ഈ സ്റ്റോറിയുടെ ഒരു കാര്യങ്ങളും അറിയാതിരുന്നിട്ടാണ് പലരും ശ്രീരാമനെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണ്. ശരിക്കും മൃഗങ്ങളെ ഇത്തരത്തിൽ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്ന ആരെയും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇമാതിരി അപരാധങ്ങൾ പെണ്ണുങ്ങളത് കണ്ട് മടുത്തു. ഇപ്പൊ അതേ കുറേ വിരളി പിടിച്ച കുറെ എണ്ണം മൃഗങ്ങളെ പോലും നിൽക്കാൻ സമ്മതിക്കാതെ അവരെ പോലും ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയൊന്നും ഒരിക്കലും ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കരുത്. അതുപോലെ നായ്ക്കളെയൊക്കെ എന്തുമാത്രം പീഡനങ്ങളാണ് ഏൽപ്പിക്കുന്നത്. ശരിക്കും അതിന്റെയൊക്കെ വായിൽ പല്ലുണ്ടെങ്കിലും അതുപോലും ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കഞ്ചാവ് പോലുള്ള ബീഡിയും മറ്റുമൊക്കെ വലിച്ചു കയറ്റിയിട്ട് അതിന്റെ പുക നായ്ക്കളുടെ വായിലേക്ക് ഊതി വിടുന്നു. എന്നിട്ട് അതിന്റെ വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വൈറലായി കഴിയുമ്പോഴെങ്കിലും ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ ഒന്നുമുള്ള സംവിധാനങ്ങൾ ആരും ചെയ്യുന്നില്ല. എല്ലാവരും വീഡിയോ കാണുന്നു, ലൈക്കും ഷെയറും കമന്റും കൊടുത്തിട്ടിട്ട് പോകുന്നു. അതാണ് കണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലായാലും ശരി തന്നെ, കേരളത്തിന്റെ അവസ്ഥയും ഒട്ടും നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പ്രയാസമാണ്. കേരളവും ഒട്ടും മോശമൊന്നുമല്ല. ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുമ്പോൾ അതിനെ പൊന്തിച്ച് കാണിച്ച് ഇവിടെ ഉള്ള മാധ്യമങ്ങൾ ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ എന്തുമാത്രം കുട്ടികളാണ് സ്വന്തം അച്ഛനിൽ നിന്ന് ഗർഭിണിയായിട്ടുള്ളത്? എത്രയോ കുട്ടികൾ സ്വന്തം സഹോദരനിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യില്ല. അതൊക്കെ ജസ്റ്റ് ഒരു ന്യൂസ് ആയിട്ട് പറഞ്ഞങ്ങ് പോകും. അതേക്കുറിച്ചിട്ടൊന്നും വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും കേരളത്തിൽ നടക്കാറില്ല. പക്ഷെ മറ്റൊരിടത്ത്, അതായത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ കൗപീനത്തിന്റെ വള്ളി ആടുന്നുണ്ടോന്നും ആണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ എടുത്തുകാട്ടി സംസാരിക്കുന്നതിനോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിലപാടെടുക്കുന്നതിനോ ഒന്നും ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല.
അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഇതിന്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. എന്നെ വിളിക്കുന്ന തെറികളൊക്കെ നിങ്ങളുടെ അപ്പനെയും അമ്മയും ഞാൻ തിരിച്ച് വിളിച്ചതായിട്ട് അങ്ങ് കരുതിയാൽ മതി. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. എന്തെങ്കിലും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കൂ. എന്തായാലും നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.